ഞാനതൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഇറാനിയൻ പ്രസിഡന്റ് ഇന്ന് രാവിലെ പറഞ്ഞു ഇനി GCC കൺട്രീസിനെ ഒന്നും അവർ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എന്റെ പേഴ്സ്പെക്റ്റീവിൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ തന്നെ വരട്ടെ, അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആവുന്നത് തന്നെയാണ് നല്ല കാര്യം. ബട്ട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാം. കാര്യം അവിടെ സ്ഥിരമായിട്ടൊരു സുഹൃത്തുക്കളില്ല, സ്ഥിരമായിട്ടൊരു ശത്രുക്കളില്ല, സ്ഥിരമായിട്ടൊരു വാക്കുമില്ല. ആരും എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിൽ മാറ്റി പറയാം. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടുള്ളതും അതേപോലെ നമ്മളുടെ മോട്ടീവ് എന്താണ്, നമ്മൾ ഒരിക്കലും ഇതൊരു ഷോർട്ട് ടേം ഗാംബ്ലിംഗ് അല്ലല്ലോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റർ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ, ഒരു സ്ട്രക്ചേർഡ് ഡെസ്റ്റിനേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. എന്ത് സംഭവം എങ്ങനെ വേണോ നടന്നോട്ടെ, അത് ഇവിടെ ഉള്ള ലീഡേഴ്സ് നമ്മളെ വളരെ സേഫായിട്ട് അവർ സേഫ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിനപ്പുറത്തോട്ട് എന്താണ് നമുക്ക് വേണ്ടുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പം മാർക്കറ്റിലുള്ള ഈ ഒരു ന്യൂസ്, ഈ ഒരു നോയ്സസ്, ഇതിനകത്ത് വരുന്ന ഒരു വേരിയേഷൻ കാരണം നിങ്ങളുടെ സെല്ലിംഗ് മോഡ് കയറുന്നു, നിങ്ങളുടെ സെല്ലിംഗ് മോഡ് ഇറങ്ങുന്നു, അതേപോലെ ഒരു ഇൻവെസ്റ്റർമാർക്ക് വാങ്ങാൻ തോന്നുന്നു, വാങ്ങണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനല്ല ഒരിക്കലും വിചാരിക്കാനുള്ളത്. നമുക്കൊരു ലോങ് ടേം മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ നാടിനെ വിശ്വസിക്കുക, ഇവിടുത്തെ ഭരണാധികാരികളെ വിശ്വസിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ പ്രോപ്പർ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക.